ഇഫക്ട് ന്യൂസിലേക്ക് ഇവർക്കും സുസ്വാഗതം. കേരളത്തിലെ ഗ്രാമസഭകൾ വിളിച്ചുകൂട്ടണം. കേരളത്തിലെ ഗ്രാമസഭ നമ്മൾ ഇടക്കാലത്ത് നിർവീര്യമാക്കി ഈ സർക്കാർ. ആ ഗ്രാമസഭകളെ പുനരുജ്ജീവിപ്പിക്കണം. പാവപ്പെട്ട തൊഴിലാളികളെ കൂടി വിളിക്കണം ആ ഗ്രാമസഭയിൽ. അവിടെ ഒറ്റക്കെട്ടായ ശബ്ദമുയരണം, പ്രമേയമായിട്ട് വരണം. കേരളത്തിൻ്റെ ഗ്രാമാന്തരങ്ങളിൽ ഈ പദ്ധതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ വെളിച്ചം വിടണമെന്ന് മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ ഞങ്ങളോട് കേന്ദ്രവിരുദ്ധ പ്രശ്നം എംപിമാരെ ഇന്നലെ വീണ്ടും കടന്നാക്രമിച്ചിട്ടുണ്ട്. ഞാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചിരുന്നു ഒരു പ്രാവശ്യം. പാർലമെൻറ്റിൽ ഞങ്ങൾ എംപിമാരെല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട്. 2014 മുതലുള്ള എംപിമാരുടെ അവരുടെ ചോദ്യോത്തരം പരിശോധിക്കാം, അവരുടെ സീറോ ഓവർ ഇൻ്റർവെൻഷൻ പരിശോധിക്കാം, അവരുടെ 377 പരിശോധിക്കാം, ബില്ലിലെ ചർച്ച പരിശോധിക്കാം, അനൗദ്യോഗിക ബില്ലുകൾ പരിശോധിക്കാം. എല്ലാ ദിവസവും കേരളത്തിൽ നിന്നുള്ള ഒരു കോൺഗ്രസ് എം പി, ഒരു UDF എം പി എങ്കിലും കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ പറയാതെ ആ പാർലമെൻറ്റ് നടക്കുന്ന ദിവസങ്ങളിൽ മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത് വാസ്തവമായിരിക്കെ ഇങ്ങനെ എല്ലാ ദിവസവും ഇത് ഞങ്ങൾ നിങ്ങളുടെ MPമാരെ ആക്ഷേപിക്കാനൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞതിന് മറുപടി പറയേണ്ടത് അത് തമ്മിലൊന്നും താരതമ്യമാണ് ചെയ്യേണ്ടത്. അത് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നിലവാരം ഇപ്പോൾ കുറച്ച് നാളായിട്ട് പ്രത്യേകിച്ച് പഞ്ചായത്ത് ഇലക്ഷന് ശേഷം വളരെ താഴെ പോയിരിക്കുന്നതുകൊണ്ട് ആ രീതിയിലുള്ള പ്രസംഗമായിട്ട് കണക്കിലെടുത്ത് നമ്മൾ മാറുകയാണ്. അദ്ദേഹം പറയുന്നത് കേട്ടു, കേന്ദ്രവിരുദ്ധ സമരത്തിൽ കോൺഗ്രസും കൂടെ പ്രതിപക്ഷ നേതാവ് ഇതിനെ പറഞ്ഞു, സ്വന്തം വകുപ്പിലെ മന്ത്രിമാരായിട്ടുള്ള സ്വന്തം മുന്നണിയിലെ കക്ഷിയായിട്ടുള്ള CPI-കാരൻ്റെ പോലും അറിയിക്കാതെ ഈ PMC പദ്ധതിയിൽ RSSൻ്റെ അജണ്ട വെച്ചിട്ട് ഒപ്പിട്ടിട്ട് രഹസ്യമായി ഒപ്പിട്ട് കൊടുത്ത മുഖ്യമന്ത്രിക്ക് എന്ത് ധാർമ്മിക അവകാശമുള്ളത് കേന്ദ്രത്തിനെതിരായിട്ട് പോരാടാൻ? പിന്നെ നിങ്ങൾക്ക് ഇപ്പോഴും ധൈര്യം ഉണ്ടെങ്കിൽ, ആ ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇരിക്കുന്ന പോലെ ഇവിടെ അല്ലായിരുന്നോ ഇന്നലെ വന്നിരിക്കേണ്ടത്? ഇതിനകത്തിരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയോട് കേൾപ്പിക്കാനായിരുന്നില്ലേ നിങ്ങളുടെ സമരം വേണ്ടിയിരുന്നത്? രക്തസാക്ഷി മണ്ഡപത്തിൽ നമ്മളെല്ലാം ബഹുമാനിക്കുന്ന സ്ഥലമാണ്. പക്ഷെ ഇന്നലത്തെ മെസ്സേജ് പോകേണ്ടത് എവിടെയായിരുന്നു? നിങ്ങൾക്ക് സമരം കേന്ദ്രത്തിനെതിരായിട്ടുള്ള ആത്മാർത്ഥമായ സമരമായിരുന്നെങ്കിൽ ഇവിടെ മുഖ്യമന്ത്രി ഇരുന്നെങ്കിൽ മനസ്സിലാക്കാൻ ഇരിക്കാൻ പറ്റുമോ? പുറത്ത് ഗവർണർക്കെതിരായിട്ടുള്ള പോരാട്ടം, വൈസ് ചാൻസലർമാർ വീതിച്ചെടുക്കുന്ന സമീപനം, കേരളത്തിലെ വൈസ് ചാൻസലർമാർ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ വീതിച്ചെടുക്കുകയല്ലേ ചെയ്ത്? എന്തൊരു SFI-കാരെ കൊണ്ട് ഇവിടെ സമരം ചെയ്യിപ്പിക്കുക, എന്നിട്ട് അവസാനം അതേ സമരം ചെയ്ത ആളുകൾക്ക് തന്നെ വൈസ് ചാൻസലറായിട്ട് മാറ്റുക. ഇതല്ലേ നിങ്ങൾ ചെയ്തത്? അതുകൊണ്ട് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്, മുഖ്യമന്ത്രി ഞങ്ങൾക്ക് ഒരു കാര്യം കൺസിസ്റ്റൻ്റായ സ്റ്റാൻഡാണ് കോൺഗ്രസിന്. രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ തകർക്കുന്ന, മതേതരത്വത്തെ തകർക്കുന്ന എല്ലാ സമീപനങ്ങളെയും ഞങ്ങൾ എതിർക്കും. PMC പോലെയുള്ള പദ്ധതി എന്തിനായിരുന്നു ഞങ്ങൾ മനസ്സിലാക്കി? കേരളത്തിലെ RSSൻ്റെ അജണ്ട നടപ്പിലാക്കാൻ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അതിൽ ഒപ്പിടുന്നതിന് മുമ്പേ ഒപ്പിടരുത് എന്ന് പറഞ്ഞത്. ഞങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ കൂടെയുള്ള കക്ഷികളും പറഞ്ഞു. എന്നിട്ട് സബ് കമ്മിറ്റി ഉണ്ടാക്കുന്നു പറഞ്ഞു. എവിടെ പോയി സബ് കമ്മിറ്റി? ബിനോയ് വിശ്വം ഒന്ന് മറുപടി പറയണം. ആ സബ് കമ്മിറ്റി എവിടെ പോയി? ഇത് മുഖ്യമന്ത്രി പറയാൻ തയ്യാറാവണ്ടേ? ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് സ്വന്തം ഒന്ന് കണ്ണാടി നോക്കണം. ഫാസിസ്റ്റുകൾ സ്വന്തം കണ്ണാടി നോക്കാറില്ല. ആ ചിത്രത്തിലേക്ക് മുഖ്യമന്ത്രി വരരുത്, ഫാസിസ്റ്റുകളുടെ ഇതിൽ. കാരണം കണ്ണാടി നോക്കിയാൽ തങ്ങളുടെ വികൃതമായ മുഖം കണ്ട് ആ കണ്ണാടി തല്ലിപ്പൊളിക്കുന്ന സ്വഭാവമാണ് ഫാസിസ്റ്റുകൾക്കുള്ളത്. അതുകൊണ്ട് ആ മുഖവും ആ സമീപനം നിങ്ങൾക്കുണ്ടാവരുത്. നിങ്ങൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കൊന്നിച്ച് പോരാടാം. ഈ തൊഴിൽദാന പദ്ധതി നമുക്ക് ഉണ്ടായേ പറ്റൂ. സോണിയാഗാന്ധിയും ഡോക്ടർ മൻമോഹൻ സിംഗും ഈ നാടിന് കൊടുത്ത ഏറ്റവും മഹത്തരമായ തൊഴിൽദാന പദ്ധതിയാണിത്. അവരുടെ മഹത്വം വർദ്ധിപ്പിക്കുന്നത് അവിടെയാണ്. പാവപ്പെട്ട തൊഴിലാളികൾക്ക്, ജീവിക്കാൻ അവകാശമുള്ള തൊഴിലാളികൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്ന പദ്ധതിയാണ് ഈ പദ്ധതി. ആ പദ്ധതി നടപ്പിലാക്കാനുള്ള നടപടിയുമായി നമ്മൾ മുന്നോട്ട് പോകും. അത് തിരിച്ചെടുക്കാനുള്ള നടപടിയുമായി മുന്നോട്ട് പോകും. അതിൻ്റെ ഈ ഐതിഹാസിക സമരത്തിന് നേതൃത്വം കൊടുത്തവർക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ഐതിഹാസികമായ സമരം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം, ജയ് ഹിന്ദ്. മറ്റൊരു വാർത്തയുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.